ഓ ഗൈസ്, ഫുഡ് സെക്ഷൻ നോക്കി, ഇതൊക്കെ മീറ്റിന്റെ സെക്ഷനാണ്. ഫ്രീ ഇത് നോക്ക്, പോക്കിന്റെ ഷേപ്പില്. എന്താന്ന് ഒരു ഐഡിയ ഇല്ല. ഞങ്ങൾക്ക് ഇതൊക്കെ കണ്ടിട്ട് കഴിക്കാൻ തോന്നുന്നു, പക്ഷെ ഒരു ഐഡിയ ഇല്ല എന്താന്ന്. അപ്പൊ എന്താണെന്നറിയോ, ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എടുക്കുക, നമ്മൾ കറക്റ്റായിട്ട് അതിലേക്ക് എയിം ചെയ്താൽ നമുക്ക് ഇംഗ്ലീഷിൽ അറിയാൻ പറ്റും. കണ്ട, ക്രഞ്ച് കേൾക്കാമോ നിങ്ങൾക്ക്? Can you hear the crunch? കാരമൽ ഒഴുകി വരിക. ഇപ്പൊ വീടാന് എന്റെ റിഫ്ലെക്സ്, എന്റെ അടിപൊളി റിഫ്ലെക്സ് ആയതുകൊണ്ട് ആ ഒരു തുള്ളി കാരമൽ താഴെ പോയില്ല. അപ്പോൾ ഹായ് ഗൈസ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ മോസ്കോ, റഷ്യയിലാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, ഇമ്മീഡിയറ്റ്ലി ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അത് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തുടക്കം തൊട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കേട്ടോ, സിമ്പിൾ സ്റ്റെപ്സ്. വിസയ്ക്ക് ഏകദേശം ഒരാൾക്ക്, അത് കിഡ്സിനൊക്കെ ഇൻക്ലൂഡഡ് ആണ്, ഒരാൾക്ക് ഒരു 15,000 റുപ്പീസ് വരും വിസ ചാർജ്. അതിന് വേറെ ഡോക്യുമെൻറ്റ്സ് ഒന്നും വേണ്ട, നമ്മുടെ ഒരു ട്രാവൽ ഏജൻറ്റ് വഴി പോയാൽ മതി. ചിലവർ പറയും ഇൻവിറ്റേഷൻ വേണമെന്ന്, എനിക്കെൻ്റെ ആവശ്യം വന്നിട്ടില്ല. പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഡൽഹി, ഇപ്പം ദുബായ് ഒക്കെ ക്ലോസ്ഡ് ആണ്. സോ ഞങ്ങൾ കൊച്ചി ടു ഡൽഹി, ഡൽഹി ടു മോസ്കോ ആണ് വന്നത്. അത് ഡിപ്പെൻസ്, ഫെയർ ഡിപ്പെൻസ്. ഞങ്ങളുടെ ഫെയറിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഫ്ലൈറ്റ് മിസ്സായി പോയി, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. അതല്ലാതെ ഹോട്ടൽ ബുക്കിംഗ്സ് ഒക്കെ എപ്പോഴും ഒരു ഇൻ്റർനാഷണൽ ഹോട്ടൽ സൈറ്റ്സിൽ കൂടെ ബുക്ക് ചെയ്യാൻ നോക്കുക. മേക്ക് മൈ ട്രിപ്പും ഗോയ് ബീബോൻ്റെ ഒക്കെ നമുക്ക് ഇൻ്റർനാഷണൽ സപ്പോർട്ട് എത്ര ഉണ്ടെന്ന് അറിയില്ല. സോ ബുക്കിങ്ങോ അഗൂഡോ എക്സ്പീഡിയോ അങ്ങനെ ഏതെങ്കിലും സൈറ്റ്സ് ഉപയോഗിക്കുക. അതെടുത്തത്. പിന്നെ ഇവിടെ വന്നിട്ട് കോവിഡ് RT-PCR ടെസ്റ്റ് കമ്പൽസറി ആണ് വിത്ത് QR കോഡ്. അത് നോട്ട് ചെയ്യുക, വിത്ത് QR കോഡ്. അത് റഷ്യയിലേക്കല്ല, ഏത് ഇൻ്റർനാഷണൽ സ്ഥലത്തേക്ക് പോകുകയാണെങ്കിലും നോക്കുക. പിന്നെ റഷ്യയിലേക്ക് വരാൻ വാക്സിൻ ഒന്നും വേണ്ട. വാക്സിൻ എടുത്താലും ഇല്ലെങ്കിലൊക്കെ സെയിം കൺസിഡറേഷൻ ആണ്. ഈ കോവിഡ് ടെസ്റ്റ് കമ്പൽസറി ആണ്. പിന്നെ ഇവിടെ വന്ന് ഇറങ്ങി കഴിയുമ്പോൾ ഒരു കോവിഡ് ടെസ്റ്റ് ഉണ്ട് റഷ്യയിൽ, ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. അത് വേദൂനും എടുത്തു, പക്ഷെ പെയിൻഫുൾ ഒന്നും അല്ല. ആൻഡ് പിന്നെന്താ, മസ്റ്റ് ഒരു പാസ്പോർട്ടിനകത്ത് നമ്മുടെ ഇവിടെ വന്ന് ഇറങ്ങി കഴിയുമ്പോൾ, എമിഗ്രേഷൻ കഴിയുമ്പോൾ അവരൊരു സ്ലിപ്പ് തരും. ആ സ്ലിപ്പ് ഇവിടെ നിന്ന് എക്സിറ്റ് ചെയ്യുന്ന വരെ വെക്കുക. അത് കളഞ്ഞു പോയി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. സെയിം തിങ് കേട്ടോ, തായ്ലൻഡിലൊക്കെ അങ്ങനെയാണ്. സോ ആ ഒരു കാര്യം നോട്ട് ചെയ്യുക. ട്രാവൽ ചെയ്യുമ്പോൾ എപ്പോഴും പെൻ വെച്ച് ട്രാവൽ ചെയ്യുക, കാരണം ഫോംസ് ഒക്കെ ഫില്ല് ചെയ്യാൻ കാണും. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് അങ്ങോട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ പ്രിയ, നമ്മുടെ തൊട്ട ഓപ്പോസിറ്റ് ഇതേ വലിയ മോളാണ്. മോളിലേക്ക് പോവാ, കാരണം ഷോപ്പിംഗ് അല്ല, കുറച്ച് കാര്യങ്ങൾ മസ്റ്റ് ഇടുന്നുണ്ട് ഇവിടെ. ലൈക്ക് സിം കാർഡ്, ഇലക്ട്രിക് സിം കാർഡ് വേണം. അതില്ലാതെ ഇതുവരെ വീട്ടിൽ വിളിച്ച് പറഞ്ഞിട്ടില്ല നമ്മൾ എത്തിന്നുള്ള. അതെ, അത് മാത്രമല്ല, ഇവിടെ സിം കാർഡ് ഇല്ലെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞ ടാക്സി ആപ്പ് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതിനൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് അകത്ത് പോയിട്ട് പറയാം. ഇവിടെ ഭയങ്കര സൗണ്ട്. അപ്പൊ ലെറ്റ്സ് എൻജോയ് മോസ്കോ. സോ ലെറ്റ്സ് വെൽക്കം ടു മോസ്കോ. അപ്പൊ ഗൈസ്, മാമത്തിന്റെ 2 പുതിയ പ്രോഡക്ട്സ് പരിചയപ്പെടുത്താനാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഇതിലുള്ളത് ആപ്പിൾ സൈഡർ വിനേഗർ ഹെയർ മാസ്ക് ഉണ്ട്, അതല്ലാതെ റൈസ് വാട്ടർ ഹെയർ മാസ്കും ഉണ്ട്. ഇത് രണ്ടും നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് അറിയാം, മാമത്തില് മറ്റേ ആർട്ടിഫിഷ്യൽ ഇൻഗ്രീഡിയൻസോ സൾഫേറ്റ്സോ പാരബൻസോ ഒന്നുമില്ല. പിന്നെ ഈ റൈസ് വാട്ടർ ഹെയർ മാസ്കില് ഇതിൽ പെർമനന്റ് റൈസ് വാട്ടർ ഉണ്ട്, വിച്ച് ഇസ് റിയലി ഗുഡ് ഫോർ ഹെൽത്തി ഹെയർ. കെരാറ്റിൻ ഉണ്ട്, അതല്ലാതെ ഈവൻ മിൽക്ക് പ്രോട്ടീൻ ഉണ്ട്. സോ വിച്ച് ഇസ് റിയലി ബെനിഫിഷ്യൽ ഫോർ ദി ഹെയർ. ആൻഡ് ഈ ആപ്പിൾ സൈഡർ വിനേഗർ ഹെയർ മാസ്കില് ഈ ആപ്പിൾ സൈഡർ വിനേഗറിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഓർഗാനിക് ആപ്പിൾ സൈഡർ വിനേഗർ ആൻഡ് ബയോട്ടിൻ ആണ്. അപ്പൊ ഗൈസ്, ഇത് അപ്ലൈ ചെയ്യുന്നത് വളരെ സിമ്പിൾ ആണ്. ഇപ്പൊ കണ്ടല്ല, ഹെയർ ഓംലെറ്റ് ട്രാവൽ ചെയ്തിട്ടൊക്കെ മുടിയൊക്കെ വളരെ ഡ്രൈ ആണ്. ഞാൻ ഇപ്പൊ ഈ റൈസ് റേഞ്ച് ആണ് ഉപയോഗിക്കാൻ പോകുന്നത്. ശരിക്കും നല്ലൊരു ക്രീമി ടെക്സ്ചർ ആണ്. ഇതൊന്നുമില്ല, ജസ്റ്റ് കുറച്ച് എടുക്കുക ആൻഡ് ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്ലൈ ചെയ്തിട്ട് ഒരു 10 to 15 മിനിറ്റ്സ് ഹെയറിൽ വെക്കുക. ഉണ്ട്. ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഉപയോഗിക്കുന്നത്, കണ്ടോ? അപ്പൊ ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഉപയോഗിക്കുന്നത്. ആൻഡ് യു ക്യാൻ ഷുവർലി സീ ദ ഡിഫറൻസ് ഇൻ മൈ ഹെയർ. ഷൈനിങ് ആൻഡ് സോഫ്റ്റ് ആയില്ലേ? അപ്പൊ ഗൈസ്, ഞാൻ ഉപയോഗിച്ചത് ഇത് റൈസ് വാട്ടർ ഹെയർ മാസ്ക് ആണ്. അവർക്ക് ഓബിയസ്ലി ആപ്പിൾ സൈഡർ വിനേഗർ മാസ്കും ഉണ്ട്. പക്ഷെ ഏത് ഉപയോഗിക്കുന്നോ ആ സെയിം പ്രോഡക്ട്സിന്റെ തന്നെ ഷാമ്പൂം കണ്ടീഷണർ ഉപയോഗിക്കാൻ നോക്കുക.
പിന്നെ നമുക്കറിയാം റൈസിന്റെ ഗുണങ്ങൾ നമ്മുടെ സ്റ്റേപ്പിൾ ഡയറ്റ് ആണ്. ആ സെയിം ഗുണങ്ങളായിരിക്കും നമുക്ക് ഈ റൈസ് വാട്ടർ ഹെയർ മാസ്കിൽ കൂടെ കിട്ടുന്നത്. ആൻഡ് നിങ്ങൾക്ക് അറിയാം മമത്ത് നിങ്ങൾ ഓരോ ഓർഡർ അവര് പ്ലാന്റ് ചെയ്യുന്ന ഒരു ട്രീ ആയിട്ട് ലിങ്ക് ചെയ്യുന്നതായിരിക്കും. ബൈ 2025 they plan to plant 1 million trees. ആൻഡ് നിങ്ങൾ OHF 2021 എന്നുള്ള കോഡ് ഉപയോഗിച്ച് മമത്തിന്റെ സൈറ്റിൽ നിന്ന് വാങ്ങിയാൽ 20% ഓഫ് കിട്ടും. അതല്ലാതെ നിങ്ങൾക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്കാലിന് ഒക്കെ ഈ പ്രൊഡക്ട്സ് വാങ്ങാൻ പറ്റും. സോ ഡു ഗിവ് ഇറ്റ് എ ട്രൈ. അത് മാത്രമല്ല നിങ്ങൾ മമത്തിന്റെ ആപ്പും ഡൗൺലോഡ് ചെയ്യുക. അതിൽ കൂടെ നിങ്ങൾക്ക് ഓഫേഴ്സും സെയിൽസും ഡിസ്കൗണ്ട്സിനൊക്കെ ഏർലി ആക്സസും കിട്ടുന്നതായിരിക്കും. പിന്നെ മോസ്കോന്റെ മെയിൻ കാര്യം പറയാനുള്ളത് ഇവിടുത്തെ മെയിൻ സീസൺ റഷ്യയുടെ ജൂൺ ജൂലൈ ആണ്. ഞാൻ കേട്ടിരിക്കുന്നത് രാവിലെ 4:30 സൺറൈസ് തുടങ്ങും, രാത്രി 9:30 വരെ സൺസെറ്റ് ഉണ്ട്. സോ സമ്മേഴ്സ് ഇസ് നോട്ട് ആക്ച്വലി വെരി ഹോട്ട്. ഒരു 27-28 ഡിഗ്രീസ് വരെയൊക്കെ പോകുള്ളൂ. മിനിമം വിൽ ഗോ അപ് ടു ഒരു 20, 19, 18 ഡിഗ്രീസ് ഒക്കെ. സോ ഇറ്റ്സ് എ ബെസ്റ്റ് ടൈം ഇൻ മോസ്കോ. പക്ഷേ ഏറ്റവും എക്സ്പെൻസീവ് ടൈമാണ് ഇൻ റഷ്യ. ആൻഡ് വേറൊരു കാര്യം എന്താണെന്നറിയോ, ഇവിടെ ഭയങ്കര പ്രാം ഫ്രണ്ട്ലി ആണ്. എന്ന് പറഞ്ഞാൽ സ്ട്രോളർ, പിള്ളേരുടെ സ്ട്രോളർ വെച്ച് ഫ്രണ്ട്ലിയാണ്. പിള്ളേർക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. സോ ഒരുപാട് സ്ഥലത്ത് അങ്ങനെ പാർക്സും ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. സോ അതൊക്കെ നിങ്ങൾക്ക് കാണാം വഴിയെ. എന്തായാലും ഇപ്പോൾ ക്രോസ് ചെയ്യാൻ തന്നെ അതെ മോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ നാട്ടിലാണെങ്കിൽ ചാടിയൊക്കെ പോവില്ലേ, ഇവിടെ ഇതുപോലെ അണ്ടർഗ്രൗണ്ട് വഴിയൊക്കെ ഉണ്ട്. അണ്ടർഗ്രൗണ്ട് വഴി പോയിട്ട് നേരെ നമുക്ക് മോളിലേക്ക് കയറാം. പ്രാന്തള്ള സുഖമല്ലേ ഇവിടെ. ഭയങ്കര ഇൻഫ്രാസ്ട്രക്ചറാ ശരിക്കും. വെരി ബിഗ്. അതേപോലെ റഷ്യയിലെല്ലാം ഭയങ്കര സൈസ്. പ്രാം ഇറക്കാൻ വേണ്ടി ഇതുപോലെ സാധനങ്ങൾ സ്റ്റെപ്സി വെച്ചിട്ടുണ്ട്. അതേപോലെ കിഡ്സിന്റെ കാര്യങ്ങൾക്ക് ഒരു ഭയങ്കര ഇമ്പോർട്ടൻസ് അത് പ്രിയ ഇറക്കിക്കൊണ്ട് വരുന്നുണ്ട്. ഇതൊക്കെ പുതിയ കാഴ്ചയല്ലേ, പുതിയ എക്സ്പീരിയൻസ് അല്ലേ. സിമ്പിൾ സാധനമാണ്, പക്ഷെ പ്രാമിന് വേണ്ടിയുള്ള ഒരു സെറ്റപ്പാണ് ഇത്. ആ ലിഫ്റ്റ് ഒന്നും ഇവിടെ വെക്കണ്ടല്ലോ, വേറെ മെട്രോ സ്റ്റേഷൻ ഒന്നല്ലല്ലോ, ജസ്റ്റ് റോഡ് ക്രോസ് ചെയ്യല്ലോ. എന്നിട്ടും കണ്ട അതിന് വരെ ഫെസിലിറ്റി. ഒരു ഹൊറർ മൂവിയുടെ ഫീലിംഗ് ഇല്ലേ പ്രിയ? ഭയങ്കര പഴക്കമുള്ള സ്ഥലമാണ് എല്ലാം, പക്ഷെ എന്നാലും ഇതൊക്കെ അതെ ല്ലേ പ്രിയ ആദ്യമായിട്ടല്ലേ ഇങ്ങനത്തെ ഒരു മാനുക്വിൻ കാണുന്നത് അല്ലേ? എൻട്രൻസിൽ തന്നെ ഇങ്ങനെ കറങ്ങുന്ന മാനുക്വിൻ. ഫസ്റ്റ് തിങ് ചെയ്യേണ്ടത് എന്താണെന്നറിയോ? സിം കാർഡ്. സിം കാർഡിൻ്റെ റേറ്റ് ഒക്കെ ഞാൻ എടുത്ത് കഴിഞ്ഞിട്ട് വരാം. സിം കാർഡിന് വേണ്ടി പാസ്പോർട്ട് മസ്റ്റാണ്. സോ ഫസ്റ്റ് തിങ് ടു ഡു വെൻ യു റീച്ച് ഇൻ റഷ്യ, പറ്റുമെങ്കിൽ എയർപോർട്ടിൽ നിന്ന് തന്നെ, ഇല്ലെങ്കിൽ ഏതെങ്കിലും മോളിൽ പോയിട്ട് സിം കാർഡ് എടുക്കുക. ഏതാ നല്ലതെന്നൊക്കെ ഞാൻ ഒന്ന് പോയി എടുത്ത് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ പറയാം. ഫസ്റ്റ് തിങ് ചെയ്യേണ്ടത് സിം കാർഡാണ്. ഞാൻ ടെലി2 എന്ന് പറഞ്ഞാൽ 1 മാസത്തേക്കുള്ള സിം കാർഡ് എടുത്തിട്ടുണ്ട്. അൺലിമിറ്റഡ് ഇൻ്റർനെറ്റ് ആണ്, 800 rupees ആണ്. ഇനി അടുത്തത് ക്യാഷ് എടുക്കുന്നത് ATM-ൽ നിന്ന് ഏറ്റവും കൂടുതൽ ബെസ്റ്റ് നാട്ടിൽ നിന്ന് എടുക്കാതിരിക്കുന്നതാണ്. കാരണം എക്സ്ചേഞ്ച് റേറ്റ് വളരെ മോശമാണ്. ഇവിടെ വന്ന് ATM-ൽ നിന്ന് എടുത്ത് കഴിയുമ്പോൾ ഏത് ബാങ്കിൽ നിന്ന് എടുത്താലും ഒരു റേറ്റ് ആണ്. കമ്മീഷൻ എനിക്ക് തോന്നുന്നു ഒരു 300 രൂപ വരുള്ളൂ. ആൻഡ് എക്സ്ചേഞ്ച് റേറ്റ് വിസ അല്ലെങ്കിൽ മാസ്റ്റർ കാർഡാണ് ഡിസൈഡ് ചെയ്യുന്നത്, അല്ലാതെ ബാങ്ക്സ് അല്ല. സോ അത്യാവശ്യം നല്ല റേറ്റും കിട്ടും. എനിക്ക് തോന്നുന്നു ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ അത് തന്നെയാണ് വേൾഡ് വൈഡ് എവിടെ ട്രാവൽ ചെയ്താലും. പക്ഷേ ഇവിടെ റഷ്യയിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ നിങ്ങൾ ബാങ്കിൽ ഉള്ള ഒരു ATM-ൽ തന്നെ കയറാൻ നോക്കുക, അല്ലെങ്കിൽ ബാങ്ക്സിൻ്റെ റെക്കഗ്നൈസ്ഡ് ഉള്ള ATM-ൽ കയറാൻ നോക്കുക. കറൻസി എക്സ്ചേഞ്ചുകാരുടെ ATM കാണും, അതിൽ കയറരുത്. ബാങ്ക്സിൻ്റെ ATM-ൽ കയറിയാലേ കമ്മീഷൻ കുറവും കിട്ടുള്ളൂ, കറക്റ്റ് ആയിട്ടുള്ള എക്സ്ചേഞ്ച് റേറ്റും കിട്ടുള്ളൂ. അപ്പോൾ ഇനി സെക്കൻഡ് സ്റ്റെപ്പ് സിം കാർഡ് കിട്ടി, ഹാപ്പിയായി. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് ക്യാഷ് എടുക്കുക. പ്രിയക്ക് ഞാൻ സിം കാർഡ് വാങ്ങിയിട്ടില്ല കേട്ടോ ഇതുവരെ. വാങ്ങിയ പ്രിയ ഫുൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റിംഗ് ആയിരിക്കും. ഡ്രസ്സ് കാണിക്കണം ആസ് യൂഷ്വൽ. എവിടെ ബാങ്കോക്ക് ഫാഷൻ എത്തിയോ? നല്ല രസമുണ്ട്. അപ്പൊ ഇനി വിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ വെറുതെ സ്വന്തമായിട്ട് ഇട്ട് സ്വന്തമായിട്ട് ആസ്വദിക്കാനാണ് അല്ലേ? അപ്പൊ അടുത്ത സ്റ്റെപ്പ് കഴിഞ്ഞു. റൂബിൾസ് കുറെ കൈ കിട്ടിയിട്ടുണ്ട്. ഇനി പ്രിയക്ക് എങ്ങനെയെങ്കിലും ഇത് വേഗം തീർത്താൽ മതി. ഇതാണ് അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ്. ഞാൻ പറഞ്ഞ പോലെ മാക്സിമം ഇതിൽ ഡിഫറൻസ് ഇല്ലാത്തതുകൊണ്ട് എത്ര വേണം ഷോപ്പ് ചെയ്യാം, എങ്ങനെ ഷോപ്പ് ചെയ്യാം സെയിം ആണ്. അപ്പോൾ എന്തായാലും ATM-ൽ നിന്ന് തന്നെ മാക്സിമം പൈസ എടുക്കാൻ നോക്കുക. ആൻഡ് മാക്സിമം വേണ്ട അത്രയും പൈസ ഒറ്റ തവണ എടുക്കാൻ നോക്കുക, അല്ലെങ്കിൽ ഓരോ തവണ എടുക്കുമ്പോഴും കമ്മീഷൻ വരും. സോ അതാണ് അടുത്ത ടിപ്പ്. ഇനി നമുക്ക് അടുത്തത് വേണ്ടെന്നറിയോ കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഒരു മോളിലാണ്, പക്ഷേ ഈ മോളൊന്നും മര്യാദയ്ക്ക് കാണിക്കുന്നത്. കാരണം നമ്മൾ ഓൾമോസ്റ്റ് എനിക്കൊന്ന് റഷ്യയിലെ ബിഗ്ഗസ്റ്റ് മോൾ എന്തായാലും ഒരു ടൂർ ചെയ്യും. പക്ഷേ പ്രിയ ലുക്ക് അറ്റ് ദാറ്റ്, ഐക്യയുടെ പോലത്തെ ഒരു ഷോപ്പാണ്. ലൈറ്റ്സും എന്താ പ്ലേറ്റ്സും പോട്ട്സും പാൻസും എല്ലാം ഉണ്ട്. ഞാൻ കേറിയപ്പോ എനിക്ക് തോന്നിയത് ലുലു അല്ലേ, നമ്മുടെ ലുലു മാരത്തെ ഒരു ഷോപ്പാന്ന് വിചാരിച്ചു. പക്ഷെ ഈ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടാത്ത സാധനങ്ങളൊന്നുമില്ല. ഇത് മോളത് പോട്ട്സും ഇതെന്തോ നമുക്ക് ഒന്നും വായിക്കാനും പറ്റില്ല. പിന്നെ ഇവിടുത്തെ ലാംഗ്വേജ് ക്രിപ്റ്റിക് ലാംഗ്വേജ് ആണ് എഴുതുന്നത്, സംസാരിക്കുന്നത് റഷ്യൻ. സോ
സോ നിങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ ക്രിപ്റ്റിക് ആൽഫബറ്റ്സ് പഠിക്കാൻ വലിയ പാടില്ല, പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേയൊക്കെ ഷോപ്പിംഗ് കുറച്ചും കൂടെ എളുപ്പമാവും അല്ലേ, ഷോപ്പിംഗും ട്രാവലിംഗ് ഒക്കെ. പിന്നെ ഫോണിൽ ഇത് ഡൗൺലോഡ് ചെയ്ത് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് അത് മസ്റ്റ് ആണ്. ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഡൗൺലോഡ് ചെയ്താൽ നമുക്ക് ഇംഗ്ലീഷിലോ മലയാളത്തിലോ ടൈപ്പ് ചെയ്താൽ സംസാരിച്ചാൽ അവർ റഷ്യനിലേക്ക് ഔട്ട്പുട്ട് കിട്ടും. ഇവിടെ എല്ലാവരും അതാണ് ഉപയോഗിക്കുന്നത്. സോ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് മസ്റ്റ്. പക്ഷെ പ്രിയനെ കൊണ്ട് ഇപ്പം എന്തായാലും ഈ കടയുടെ അകത്ത് കയറുന്നില്ല, ഡേഞ്ചറസ്. പോകണം കേട്ടോ. ഐക്യ പോവാം, ഡെഫിനറ്റ്ലി പോവാം. ഭയങ്കര വലിയൊരു പ്രശ്നമുണ്ട് അല്ലേ പറയാ. എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഫുഡ് കോർട്ട് റെസ്റ്റോറൻറ്റ്സ് ഒന്നും നമ്മൾ കയറ്റില്ല. റഷ്യയിലെ ലോക്കൽ വാക്സിൻ എടുത്താലേ ഡൈനിൻ പറ്റുള്ളൂ. ടേക്ക് അവേയും ഇവിടെ ഒന്നും പറ്റില്ല. മറ്റേ സ്വിഗ്ഗി പോലത്തെ ആപ്പിൽ കൂടെ ഒക്കെ ഓർഡർ ചെയ്യാൻ പാടാണ്. ഇനി അടുത്ത ഓപ്ഷൻ എന്താണെന്ന് നോക്കട്ടെ. എന്തായാലും നമുക്ക് വന്ന കാര്യങ്ങൾ തീർക്കാം. ഇനിയിപ്പോൾ അടുത്ത് വാങ്ങേണ്ടത് വയേഴ്സാണ്. നമ്മുടെ ചാർജേഴ്സ് ഒന്നും ഇവിടെ കയറാൻ പറ്റില്ല. സോ ആ വയർ കൂടെ വാങ്ങിയിട്ട് നമുക്ക് അടുത്ത പരിപാടി നോക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഒരു നല്ല ഐഡിയ തോന്നി. ഇവിടെ ഒരു വലിയ ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്. നമ്മൾ ഇവിടെ കയറിയിട്ട് നമ്മൾ വിചാരിച്ചു വിയേർഡ് ആയിട്ടുള്ള സാധനങ്ങൾ കുറേ വാങ്ങി റൂമിൽ പോയി ട്രൈ ചെയ്യാമെന്ന്. വിയേർഡ് ലേസോ അല്ലെങ്കിൽ നമ്മൾ കാണാത്ത അങ്ങനത്തെ ഫുഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ തോന്നുന്നു. ഞാൻ കുറേ ഇന്റർനാഷണൽ വ്ളോഗ്സ് ചെയ്യുന്നുണ്ട്, ട്രൈങ് വിയേർഡ് സ്റ്റഫ് ഇൻ വിയേർഡ് കൺട്രി സൂപ്പർ മാർക്കറ്റ്. സോ അതായിരിക്കും ചെയ്യുന്നത്. പ്രിയ ട്രൈ ചെയ്യുമല്ലോ അല്ലേ, കുറച്ച് സാധനങ്ങളൊക്കെ ട്രൈ ചെയ്യുമല്ലോ. ടോട്ടോയ്സ് നോക്കാം. വാ നമുക്ക് ഫുഡിൻ്റെ സെക്ഷനിലേക്ക് പോവാം. അപ്പോൾ അത് ഇങ്ങനത്തെ ഒരു പ്ലഗ് പോയിന്റും എടുത്തിട്ടുണ്ട്, ഒരു ചാർജറും എടുത്തിട്ടുണ്ട്. ഇതും കൂടെ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് നേരെ നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ പോയി വിയേർഡ് സാധനങ്ങൾ വാങ്ങി നോക്കാം. ഓക്കെ പ്രിയ, വേദു ഒരു സ്ഥലത്തേക്ക് ഇപ്പോൾ വിളിച്ചോണ്ട് പോവേ. ഏത് സൈഡായിരിക്കും എന്ന് അറിയാമല്ലോ. ഇത് തന്നെ കണ്ടുപിടിച്ച് പോകുന്നുണ്ട്, ഞാനായിട്ടല്ല കൊണ്ടുപോകുന്നത്. എവിടെ എങ്ങോട്ടാ വേദു? ഇങ്ങോട്ടല്ലേ? ഇങ്ങോട്ടല്ലേ? ഉണ്ട് ഒന്നുമല്ല. ഷാർക്കൊന്ന് സൈക്കിളൊന്നും എടുക്കാൻ പറ്റില്ല. സൈക്കിള് മുകളിലല്ലേ, ഫ്ലൈ ആ സൈക്കിള്. അപ്പൊ നമുക്ക് ഈ ഫുഡിന്റെ സെക്ഷനിലേക്ക് പോകാം. ബാ ഫുഡ്. ഓ ഗൈസ്, ഫുഡ് സെക്ഷൻ നോക്കി, ഇതൊക്കെ മീറ്റിന്റെ സെക്ഷനാണ്. ഞങ്ങൾ ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ട് പോകും. മിസ്സായി പോയ പ്രിയറുടെ അടിയിലൊന്നും ഇല്ലാന്ന്. പക്ഷെ എനിക്ക് അറിയായിരുന്നു ഫുഡിന്റെ എന്തൊരു മാർക്കറ്റ് നോക്ക് ഫുഡിന്റെ. ഇത് ഫുൾ ഈ ഒരു ഫ്ലോർ ഫുൾ ഫുഡ് ഐറ്റംസും മീറ്റ്സും ഡ്രിങ്ക്സും അങ്ങനത്തെയൊക്കെയാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ കുറേ സാധനങ്ങൾ വാങ്ങി ട്രൈ ചെയ്യാം. ലുലുവിൻ്റെ കാട്ടിയൊക്കെ എത്ര ഇരട്ടിയുണ്ട് ഇത്. ഇതുണ്ട് ഹാംസ്, സോസേജസ്, സലാമീസ്, എല്ലാം മറ്റേ പ്രൊസസ്ഡ് മീറ്റ്, പ്രിസർവ്ഡ് മീറ്റ് ഒക്കെയാണ്. വെറൈറ്റീസ് ഒക്കെ ഒരുപാട് ബ്രാൻഡ്സ്, ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് കളേഴ്സ്. റേറ്റ്സും വലിയ റേറ്റ് ഒന്നും ഇല്ല. ചില 650, 1000. ചില എനിക്കൊന്ന് ക്വാളിറ്റി അനുസരിച്ച് റേറ്റ് മാറും. ഇത് 587 ആണെങ്കിൽ ഇതിന് 1064 ഉണ്ട്. പക്ഷേ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അതല്ലാതെ ഇവിടെ ആണെങ്കിൽ ഇത് ആക്ച്വലി പോക്കിൻ്റെ ഒരു ഏരിയ ആണ്. സോ ഈ ബേക്കണും ഹാംസും പ്രിസർവ്ഡ് മീറ്റ്സും ഇതൊക്കെ പോക്കിൻ്റെ തന്നെ. പക്ഷെ ഒന്നും വായിക്കാൻ പറ്റില്ല. പോക്കിൻ്റെ തന്നെ എന്തോ മാഷൊക്കെ ഉണ്ട്. കണ്ടിട്ട് എല്ലാം അതെ. പോക്ക് ജേർക്കി അത് അടിപൊളിയായിരിക്കാൻ സാധ്യതയുണ്ട്. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പോക്ക് ജേർക്കി അതെടുക്കട്ടെ. എനിക്ക് ജേർക്കി സ്റ്റിക്സ് ഭയങ്കര ഇഷ്ടമാണ്. ജേർക്കി ഡ്രൈഡ് മീറ്റ് ആണ്. ഫസ്റ്റ് തിങ് എന്താണെന്നറിയില്ല പ്രിയ, ഒരു ഐഡിയ ഇല്ല. എന്തോ മീറ്റാണ്, എടുക്കാം. എല്ലാം ട്രൈ ചെയ്താണ് കേട്ടല്ലോ പ്രിയ. ഇത് നോക്ക്, പോക്കിന്റെ ഷേപ്പില്. എന്താന്ന് ഒരു ഐഡിയ ഇല്ല. പക്ഷെ ഇത് നമുക്ക് എന്തായാലും എടുക്കണ്ട. കുക്ക് ചെയ്യണ്ടെങ്കിലോ നമുക്ക് അറിയില്ലല്ലോ. ഒരു ഐഡിയ ഇല്ല കേട്ടോ എന്താണിത്. പോക്കിന്റെ ഷേപ്പിൽ എന്തോ സാധനം. എന്തൊക്കെ ഐറ്റംസാ നോക്ക്. ഫുഡ് ഓരോ സ്ഥലങ്ങളിൽ പോയാലും ശരിക്കും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ആ രാജ്യത്തിൻ്റെ എൻ്റെ ഫുഡ് തന്നെയാണ്. ഞങ്ങൾക്ക് ഇതൊക്കെ കണ്ടിട്ട് കഴിക്കാൻ തോന്നുന്നു. പക്ഷെ ഒരു ഐഡിയയിൽ എന്താന്ന്. അപ്പോൾ എന്താണെന്നറിയോ, ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എടുക്കുക. നമ്മൾ കറക്റ്റായിട്ട് അതിലേക്ക് എയിം ചെയ്താൽ നമുക്ക് ഇംഗ്ലീഷിൽ അറിയാൻ പറ്റും. കണ്ട, ഹാം, ചീസ്, കേർഡ്, അന്നേരം പോക്കാന്നറിയാം. അങ്ങനെ നമുക്ക് ഇപ്പോൾ ഇതെന്താണെന്ന് അറിയില്ല, വായിക്കാൻ പറ്റില്ല. പക്ഷെ ഇത് എയിം ചെയ്താൽ കറക്റ്റായിട്ട് അറിയാം. നോക്കിക്കുക എന്തൊക്കെയാണ് വരുന്നതെന്ന്. ഇത് ലാംബ, മട്ടൻ, ബീഫ്, അണിയൻസ്, ബേർഡ്സ് എന്ന് പറയുന്ന ചിക്കനാണ്. സോ എളുപ്പമാണ് പ്രിയ. അപ്പം നമുക്കിത് കുറച്ച് എടുത്താലോ, വൈകുന്നേരത്തേക്ക് ഇതാക്കിയാലോ, എടുക്കാം. ഇതെന്താന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ ഇത് ചിക്കനൊക്കെയാ. പോക്ക്, ചിക്കൻ, ഓണിയൻ, വീറ്റ്, സ്പൈസസ്. എളുപ്പമല്ലേ, ഗൂഗിൾ ഉള്ളതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ഇതെന്താന്ന് നോക്കാം. ഇത് ബീഫ്, പോക്ക്, ചിക്കൻ, എഗ് എല്ലാം ഉണ്ട്. ജസ്റ്റ് സീ ദ ലുക്ക് ഓഫ് ദിസ്. ഏത്? ഇത് നോക്കട്ടെ എന്താന്ന്. ഇത് പാൻകേക്ക് തൈരകത്ത്. ആ, അപ്പോൾ കുറച്ച് സാധനങ്ങൾ എടുക്കാം. വാ, ഇനി അങ്ങോട്ട് വേണം. ഇനിയും കുറേ സാധനങ്ങൾ എടുക്കാറുണ്ട്. ഞാൻ അത്ര കുറേ സാധനങ്ങൾ എടുത്തേ. അതൊക്കെ റൂമിൽ പോയി കാണിക്കാം. എല്ലാം കൂടെ 320 രൂപയേ ഉള്ളൂ.
നാട്ടിലത്തെ സാധാരണ ഒരു നല്ല പഫ്സും ഒരു 5-6 എടുത്താൽ തന്നെ ആവില്ല 200-300 രൂപ. ഇത് ഇത്രയും വലിയ വലിയ സാധനങ്ങൾ. ഇപ്പോൾ റൂമിൽ പോകുമ്പോൾ അറിയാം. ഇതുണ്ട്, ഇവിടെ ചീസിൻ്റെ ഒരു അഡിക്റ്റാണ് ഇവർ. എത്ര വെറൈറ്റീസ് ഓഫ് ചീസാന്ന് നോക്ക്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ പ്രോസസ്ഡ് അല്ലാതെ കുറേ ഹെൽത്തി വെറൈറ്റീസ് ഓഫ് ചീസ് ഉണ്ട്. ഇനി പാല്, അതുപോലെ തന്നെ ഇവരുടെ പാല് ഭയങ്കര പോപ്പുലറാണ്, ക്വാളിറ്റി ഉണ്ട്. നമുക്ക് പാലിൻ്റെ എന്തെങ്കിലും ഡ്രിങ്ക്സ് എടുക്കാം. പിന്നെ ഇവരുടെ ബ്രെഡ് വെച്ച് ഉണ്ടാക്കുന്ന ഒരു കൊക്കക്കോള പോലത്തെ സാധനമുണ്ട്, കീവ്സ് അങ്ങനെ എന്തോ പേര്, അതും നോക്കാം. കുറേ സാധനങ്ങൾ എടുക്കണം. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് പറയാ. ആദ്യമായിട്ടല്ലേ നമ്മൾ ലോകത്ത് എവിടെ പോയാലും ആ സൂപ്പർ മാർക്കറ്റിൽ പോയി വിയേർഡ് ഫുഡ്സ് ട്രൈ ചെയ്യണം. ദേ കൗ, വലിയ കൗ. ഞാൻ പറഞ്ഞില്ല ഇവിടെ പാല് ഭയങ്കര പോപ്പുലറാണ്. എത്ര വെറൈറ്റീസ് ഓഫ് മിൽക്കാ എന്നറിയോ? ചോക്ലേറ്റ് ചീസ്, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണമല്ലോ. ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു സംഭവമാണ്. നോക്കാമല്ലേ പ്രിയ? ചോക്ലേറ്റ് ചീസ്. ആ വേണ്ട അല്ലേ? നമുക്ക് ചോക്ലേറ്റ് പുഡിംഗ് വല്ലതും നോക്കാം. ഇതാകുമ്പോൾ ചിലപ്പോൾ കഴിക്കാൻ പറ്റില്ല അധികം. ആ ലുക്ക് സോ ഇൻട്രസ്റ്റിംഗ്. ഇതിൽ ചോക്ലേറ്റ് സംതിങ് ആണ്. അതിൻ്റെ കൂടെ വിപ്പ് ക്രീം ഉണ്ടെന്ന് തോന്നുന്നു മുകളിൽ. എന്തായാലും ഇതൊക്കെ നിങ്ങൾ ഞാൻ കഴിക്കുന്ന കാണും കേട്ടോ. അപ്പോൾ ഇതെടുക്കാം. ദിസ് ലുക്സ് വെരി ഗുഡ്. ഇതല്ലാതെ പ്രിയയ്ക്ക് പക്ഷേ ചോക്ലേറ്റ് വലിയ ഇഷ്ടമല്ലല്ലോ. സോ പ്രിയയ്ക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെ എടുക്കാം. ഇത് സ്ട്രോബെറി എടുക്കാം. അത് പ്രിയയ്ക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടും. അല്ലെങ്കിൽ വേറെ സംഭവം എടുക്കാം. ഇത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. സം ബിസ്ക്കറ്റിൻ്റെ എന്തൊക്കെയാണെന്ന് തോന്നുന്നു. ദിസ് ഓൾസോ ലുക്ക് സോ ഗുഡ്. എന്തൊക്കെ ഐറ്റംസ്, നോട്ട് ദാറ്റ് എക്സ്പെൻസീവ്. കണ്ട 19 രൂപ 24 രൂപ. ഞാൻ പറഞ്ഞില്ല കറൻസി വാല്യൂ സെയിം ആണ്. സോ ഇറ്റ്സ് നോട്ട് ദാറ്റ് എക്സ്പെൻസീവ്. ആൻഡ് ലുക്ക് അറ്റ് ദ ക്വാളിറ്റി ഓഫ് ദ സ്റ്റഫ്. ഒയ്യോ, ഇതും കണ്ട യൂറോ 2020. അത് 21 നടന്നേ. പക്ഷേ അതിന് സ്പെഷ്യലായിട്ട് ബിയറൊക്കെ കുടിക്കേണ്ടവർക്ക് ഫുട്ബോളും ബിയറും ഭയങ്കര മാച്ചാണല്ലോ. ഇങ്ങനെ വലിയ വലിയ പാക്കിംഗ് ഉണ്ട്. ഇതൊക്കെ അല്ലേ ലൈഫിൽ ശരിക്കും ഹാപ്പിനെസ് വരുന്നത് അല്ലേ? ഇങ്ങനത്തെയൊക്കെ നാട്ടിലാണെങ്കിൽ എന്തോ ഈ കുടിക്കാൻ പോകുന്നവരെ ബെബ്കോയിൽ ഇതൊക്കെ നിർത്തുന്നത് ശരിക്കും എന്തോ ഒരു പണിഷ്മെൻറ്റ് പോലെയല്ലേ? പക്ഷേ അങ്ങനെയൊന്നും അല്ലല്ലോ. പൈസ കൊടുത്തൊരു വാങ്ങുമ്പോൾ യു ഷുഡ് ഓൾസോ ഫീൽ ഇതുപോലത്തെ ഒരു നല്ലൊരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് കൊടുക്കണം. അത് ശരിക്കും നാട്ടിൽ മാറ്റാറായി. ബാംഗ്ലൂർ അങ്ങനെ എവിടെ പോലും ഒരു കുഴപ്പമില്ല. പക്ഷേ നാട്ടിലത്തെ സിസ്റ്റം ശരിക്കും മാറ്റാറായി. കസ്റ്റമേഴ്സിനെ ഒരു റെസ്പെക്റ്റോടെ തന്നെ ട്രീറ്റ് ചെയ്യണം. അല്ലാതെ ഇങ്ങനെ ക്യൂ നിർത്തുന്നതല്ലല്ലോ ശരി. ഓക്കെ പ്രിയ, ഒരു ഇത് ലുക്സ് ലൈക്ക് മാംഗോ ആൻഡ് കോക്കനട്ട് ആൻഡ് ഒരു ചോക്ലേറ്റ് മിൽക്ക് ട്രൈ ചെയ്ത് നോക്കാം. ആ പിടിച്ചോ. ഏത് ഷൂസ് ഇടയ്ക്കിടയ്ക്ക് ഊരുന്നുണ്ട്. ഇനി ഊരാൻ പറ്റാത്ത ഷൂസ് ഇട്ട് കൊടുക്കണം. ആ തുടച്ചില്ല. അപ്പോൾ അത് തുടച്ചിട്ട് എടുത്ത് മോൻ ഇപ്പോൾ കുടിക്കേണ്ട. അപ്പോൾ മേളിൽ പോയിട്ട് കുടിക്കാം. ആ പ്രിയ ഇങ്ങോട്ട് വന്നേ. ഇവിടെ എന്താ പ്രശ്നം എന്നറിയാം? ചോക്ലേറ്റ് നമുക്ക് കിലോ കണക്കിന് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. എത്ര വെറൈറ്റീസ് ആക്കും. മിക്സ് ചെയ്ത് എടുക്കാൻ പറ്റുമോ എന്നില്ല എന്നൊന്നും അറിയില്ല. പക്ഷെ കിലോ കണക്കിന് എടുക്കാൻ പറ്റുള്ളൂ ഇവിടെ ചോക്ലേറ്റ്. കണ്ടോ ഇങ്ങനെ കിടക്കുന്നു. പക്ഷേ അവ വേണ്ട. നമുക്ക് ഇവിടെ ഉള്ള എന്തൊക്കെയോ അതെ കിറ്റ്കാറ്റിനൊക്കെ 70 രൂപയുള്ളൂ. ഇത്രയും വലിയ കിറ്റ്കാറ്റിന് നോക്ക്. ഇത്രയും വലിയ കിറ്റ്കാറ്റിന് അടിപൊളിയാണല്ലോ പ്രിയ. വട്ടായിപ്പോയി. എനിക്ക് വട്ടായിപ്പോയി ആയിപ്പോയി. ഞാൻ കുറച്ച് കിറ്റ്കാറ്റൊക്കെ എടുത്തു നോക്കാം കേട്ടോ. ട്രൈ ചെയ്യാത്തത്, നാട്ടിൽ കിട്ടാത്തത്. ഇത് കണ്ട ഇതൊക്കെ ഇതുപോലെ കിലോ കണക്കിന് എടുക്കാനുള്ളതാണ്. ഇത് മൊത്തം ചോക്ലേറ്റ്സ്. ദിസ് ഇസ് സോ ഹ്യൂജ്. ഞാൻ വീണ്ടും പറയുന്നല്ലോ റഷ്യയിലെ എല്ലാം ഹ്യൂജാണ്. മാഷ്മെലോസും ആൻഡ് ഇറ്റ്സ് നോട്ട് ദാറ്റ് എക്സ്പെൻസീവ്. പ്രിയ ചീപ്പർ ദാൻ ഇന്ത്യ. ഇത്രയും ഹൈ ക്വാളിറ്റി സാധനങ്ങളുണ്ടായിട്ട് എന്തേ ആ ഇതെല്ലാം കണ്ട കിലോ കണക്കിനാണ്. ഓ ഒന്നും ഗ്രാംസിനൊന്നും ഇവിടെ എടുക്കാൻ പറ്റില്ല കേട്ടോ. എല്ലാം കിലോയാ. ഭയങ്കര ക്വാളിറ്റി. അപ്പൊ നാട്ടിൽ എത്ര എനിക്കൊന്ന് ടാക്സും ഡ്യൂട്ടിയൊക്കെ കൊണ്ടായിരിക്കും. ഇതൊക്കെ ബിസ്ക്കറ്റ്സിൻ്റെ ഒക്കെയാണ്. ടീ ബിസ്ക്കറ്റ്സ് ആണ്. വേണോ ടീയുടെ? ഇത് കൊള്ളാമല്ലോ പ്രിയ. ഹേസൽനട്ട് ആയിരിക്കും. നല്ല ടേസ്റ്റ് ആയിരിക്കും. ട്രൈ ചെയ്താലോ ഒരെണ്ണം? ട്രൈയോ ഇല്ലയോ? ഞാൻ ലാസ്റ്റ് എടുത്തിട്ട് ഞാൻ തന്നെ എല്ലാം ട്രൈ ചെയ്യേണ്ടി വരും. ഞാൻ എടുക്കുവാണ്. ഇതൊന്നും നാട്ടിൽ ഞാൻ കണ്ടിട്ടില്ല. എടുക്കുക. ഞാൻ എല്ലാം ചോക്ലേറ്റ് ബേസ് എടുക്കുന്നത്. എന്താ അത് ഹണി. എന്നാൽ അത് ട്രൈ ചെയ്യാം. ചോക്ലേറ്റ് ഞാൻ കുറേ വേറെ എടുത്തിട്ടുണ്ട്. ഹണി കേക്കിന് എന്തോ ടേസ്റ്റ്. എടുക്കത് നമുക്ക് ട്രൈ ചെയ്യാം. ട്രൈ ചെയ്യാം. പ്രിയ ഡ്രിങ്ക്സിന്റെ സ്ഥലം കണ്ട. അത് മൊത്തം ആൽക്കഹോളിന്റെ സ്ഥലമാണ്. നമുക്കൊരു അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ അതല്ലാതെ സോഫ്റ്റ് ഡ്രിങ്ക്സ് തന്നെ കൊക്കക്കോളയുടെ ഒക്കെ നോക്ക്. കൊക്കക്കോളയുടെ വാനില, വേറെ എന്തൊക്കെയോ ഫ്ലേവേഴ്സ് ഉണ്ട്. കുറേ കാണാത്ത ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ എന്താവോ? കെംപ് കോള. അത് ഇവരുടെ ലോക്കൽ സംഭവമായിരിക്കും. ഗ്യാസ് ഉണ്ടോ? ഗ്യാസ് ഉണ്ട്. പക്ഷെ ഇതൊക്കെ വലിയ സൈസാണ്. ചെറുത് വാങ്ങിയാലേ ട്രൈ ചെയ്യാൻ പറ്റുള്ളൂ. നോക്കട്ടെ, എന്തെങ്കിലുമൊക്കെ കുറേ ഡ്രിങ്ക്സ് എടുക്കണം ഇനി. ഇത് കണ്ട പെപ്സിയുടെ ചെറി ഫ്ലേവർ. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പെപ്സിയുടെ ചെറി ഇതുവരെ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. അതൊരു ചെറിയ ബോട്ടിൽ ഉണ്ടെന്ന് തോന്നുന്നു. വൈൽഡ് ചെറി. അത് കൊള്ളാമല്ലോ. വൈൽഡ് ചെറി ഫ്ലേവർ. ഓ
ഓ ഇത് നോക്കിക്കേ, ജസ്റ്റ് കോരി എടുത്താൽ മതി. ഔട്ട് ഓഫ് വേർഡ്സ്. ഇത് പ്രോൺസ് ആണ്, കിലോയ്ക്ക് 414 രൂപയുള്ളൂ. ഈ എക്സ്പെൻസീവ് എന്ന് പറഞ്ഞിട്ട് ഇതിലൊന്നും എക്സ്പെൻസ് കാണുന്നില്ലല്ലോ. പ്രോൺസ് ഇട്ടിരിക്കുന്ന നോക്ക്, എത്രയാണെന്നറിയോ കിലോയ്ക്ക്? 400 രൂപ. ആ നമ്മളിവിടെ ആണെങ്കിൽ നമുക്കിത് വാങ്ങിക്കൊണ്ട് പോയി വീട്ടിൽ പോയി കുക്ക് ചെയ്ത് കഴിക്കായിരുന്നു പ്രിയ. 400 രൂപ. പ്രിയ എല്ലാം ട്രൈ ചെയ്യണം അങ്ങോട്ട് റൂമിൽ പോയിട്ട്, അല്ലാതെ വെറുതെ മാറി ഇരിക്കരുത്. നമ്മുടെ ജോലിയുടെ ഭാഗമാണ് പ്രിയ, ഇതൊക്കെ മനസ്സിലാക്കി. അതെ, എന്റെ ജോലിയുടെ ഭാഗമാണ്. ബിൽവാർ ഞാനൊരു ഫുഡ് ബ്ലോഗറും കൂടെയാണ്. സോ എന്താ പറയുക, അപ്പൊ ഫാഷനാ, കുക്കിംഗ് ആഗ്രഹമുണ്ട്, പക്ഷെ ഭയങ്കര കോൺഷ്യസ് ആണ് പ്രിയ. അത് മാത്രല്ല, എന്നോട് എത്ര തവണ പറഞ്ഞു വണ്ണം വെക്കും അത് തന്നെ. ആ ടെൻഷൻ അടിച്ചോണ്ട കഴിക്കുമ്പോ മനസ്സ് തുറന്ന് കഴിക്കാൻ പറയാ. അപ്പൊ എന്നെ പോലെ ഇരിക്കും. എന്നിട്ട് നന്നായി വർക്ക്ഔട്ട് ചെയ്താൽ മതി. ഞാൻ വർക്ക്ഔട്ട് ചെയ്യും. പിന്നെ വേദു ഇപ്പോഴും ഇതുപോലത്തെ സാധനങ്ങളൊക്കെ കുടിക്കുക. കാരണം നമ്മൾ ട്രാവലുകളൊക്കെ ഹെൽത്തി ആയിട്ടിരിക്കണമെങ്കിൽ ഫുഡിൽ കൂടെ ചിലപ്പോൾ ഫസി ആകുമ്പോൾ ചിലപ്പോൾ അത്രയൊന്നും കഴിക്കില്ല. ഇതൊന്നും നമ്മളിപ്പോഴും ഇത് സിമ്പിളാക്കി. ഇതിപ്പോൾ ആക്ച്വലി 18 to 24 months വരെയാണ്. 24 months കഴിഞ്ഞെങ്കിലും ഇതൊക്കെ ഇപ്പോഴും കൊടുക്കാം. കാരണം നല്ല ന്യൂട്രീഷ്യസ് ആണ് ഈ സാധനങ്ങളൊക്കെ, സപ്ലിമെൻറ്റ്സ്. കാരണം പിള്ളേർക്ക് ഫുഡിൽ കൂടെ എല്ലാ ന്യൂട്രിയൻസും കിട്ടാൻ കുറച്ച് പാടാണ്. പിന്നെ വേദു ഇപ്പോൾ റഷ്യ, യൂറോപ്പിലെ എല്ലാ സ്ഥലത്തെയും ഇങ്ങനത്തെ ഡ്രിങ്ക്സ് കുടിച്ചിട്ടുണ്ട്. സോ ഐ തിങ്ക് വിൽ ബി ഫൈൻ. ടേസ്റ്റ് ഒന്നും വലിയ വിഷയമല്ല വേദുവിന്. പിന്നെ നമുക്ക് എന്തായാലും ഈ തുണി വാഷ് ചെയ്യണമല്ലോ ഹോട്ടലിൽ. അതുമാത്രമല്ല ഞാൻ കുറേ സ്ഥലത്ത് ചിലപ്പോൾ ഇതുപോലത്തെ ഓപ്ഷൻ കാണുമേ. ഇതപ്പോൾ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ ഡിറ്റർജൻറ്റ്, അതുപോലെ തന്നെ കംഫേർട്ടും മറ്റേ മണം വരുന്ന ഫാബ്രിക് കണ്ടീഷണർ എല്ലാം കൂടെ ഒരു ബോൾസ് ആയിട്ടായിരിക്കും. അപ്പോൾ കൊണ്ട് നടക്കാനും എളുപ്പമാണ്, ലീക്കാവില്ല, വെയിറ്റും കുറവാണ്. നമ്മളിവിടുന്ന് വേറെ സ്ഥലത്തേക്ക് പോകുമ്പോഴും വേസ്റ്റ് ആവില്ല. ഇത് എത്ര എണ്ണം ഉണ്ട്? 14 ഉണ്ട്. 14 വാഷ് മതിയാവും എന്തായാലും നമുക്ക് ഈ ഒരു മാസത്തേക്ക്. സമയം 7 മണിയാവാറായി. വണ്ടറല്ലേ, നാച്ചുറൽ വണ്ടർ ഓഫ് ദി വേൾഡ് അല്ലേ പറയുന്നത്. 7 മണി 6:58. അപ്പൊ 9:30 വരെ ഈ വെളിച്ചമായിരിക്കും എനിക്ക് തോന്നുന്നത്. Can you believe it? Just see, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് വെളിച്ചം കാണാൻ. ഒരു ഐഡിയ ഇല്ല. പക്ഷെ ആൾക്കാരെ കുറച്ച് ഇപ്പൊ കുറവാ. ആ സമയത്ത് വിന്റേഴ്സ് ആകുമ്പോ ഈ ഒരു സൺഷൈനേ കാണില്ല. എനിക്കൊന്ന് 3-4 മണിക്കൂറെ വെളിച്ചം കാണുള്ളൂ. അപ്പൊ നമുക്ക് വ്ളോഗ് അടിപൊളിയായിട്ട്. അല്ലെ, ആൾക്കാർ കുറച്ച് റൂഡാ അല്ലേ? അതുമാത്രല്ല, ഇവിടെ വന്നു കഴിയുമ്പോൾ അവർ എക്സ്പെക്ട് ചെയ്യുന്നത്, അവർ നമ്മളോട് റഷ്യൻ അങ്ങോട്ട് സംസാരിക്കുന്നത് എക്സ്പെക്ട് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് സ്പീക്ക് ഇറ്റ് ബാക്ക്. അല്ലാതെ ഒരു അഡ്ജസ്റ്റ്മെന്റ് പോലെ ഒന്നുമില്ല. നമ്മുടെയൊക്കെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ മിക്സ് ചെയ്ത്, ഇപ്പോൾ ഹിന്ദിക്കാർ വന്നു കഴിഞ്ഞാൽ ഹിന്ദി മിക്സ് ചെയ്ത് സംസാരിക്കുമോ, അറ്റ്ലീസ്റ്റ് വിൽ ട്രൈ ടു കമ്മ്യൂണിക്കേറ്റ്. ഇതല്ല, അവർ ആ ഒറ്റയടിക്ക് റഷ്യനിലേക്ക് ഫുൾ ഒരു 4-5 കാര്യങ്ങൾ അങ്ങോട്ട് പറയും, നമ്മൾ മനസ്സിലാക്കും, അങ്ങനെയുള്ളൂ. പിന്നെ പൊതുവേ റഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കുറച്ചൊരു ടഫ് ഇമേജ് ഉള്ളവർ മാത്രമല്ല, അങ്ങനെ ഒരു ടഫ് ആൾക്കാരാണ്. അങ്ങനെ നമ്മൾ തായ്ലൻഡും അതുപോലത്തെ ബാലിയൊക്കെ പോലെ അത്രയും ഫ്രണ്ട്ലിയും ഹോസ്പിറ്റബിളും ഒന്നും അല്ല. ആ പോവാം, നമുക്കിനി ഫുഡൊക്കെ ട്രൈ ചെയ്യണ്ടേ? ലഞ്ച് കഴിച്ചിട്ടില്ല, നമ്മൾ രാവിലെ കിടന്ന് ഇറങ്ങിയിട്ട് ഇപ്പോഴും നിൽക്കുന്നത്. പക്ഷെ ചൂടില്ല കേട്ടോ. സ്കൈയുടെ ഒക്കെ കളറുണ്ട്. 7 മണിയാണിത്. അങ്ങനെ റൂമിലെത്തി ഞാൻ തുടങ്ങാൻ പോവാണ് നമ്മുടെ മെയിൻ സംഭവം, ഫുഡ് ടേസ്റ്റിംഗ് സെഷൻ. വിയർഡ് ഫുഡ് ടേസ്റ്റിംഗ് സെഷൻ ഒരു ഇന്നോവേറ്റീവ് കോൺസെപ്റ്റ് അല്ല. ഈ ലോകം മൊത്തം പോയാലും എല്ലാ സൂപ്പർ മാർക്കറ്റ്സിലും കയറി ഈ ഒരു സംഭവം ചെയ്യും. ഒരു ഐഡിയ ഇല്ലാത്ത സാധനങ്ങൾ വാങ്ങി ടേസ്റ്റ് ചെയ്യും. എനിക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യം തോന്നുന്നു. ഇനി പോയി ടേസ്റ്റ് ചെയ്യാം. അതിന് ഓബിയസ്ലി നമ്മൾ വെളിയിൽ പോയി വന്നു കഴിഞ്ഞാൽ നന്നായി ഹാൻഡ് വാഷ് ഒക്കെ ചെയ്യണം. ഞാൻ പറഞ്ഞ ഹീലുണ്ടല്ലോ, നമ്മൾ സേഫായിട്ട് തിരിച്ച് നാട്ടിലെത്തിക്കാനുള്ള എല്ലാം ഹെൽപ്പും ചെയ്തിട്ടുണ്ട്. ഇത് കണ്ട അവരുടെ അലോവേറ ഹാൻഡ് വാഷ് ആണ്. സോ ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നല്ല സ്മെല്ലാണ്. നല്ല സ്മെല്ലിന്റെ മാത്രമല്ല, നന്നായി പതയും ചെയ്യും. അതുമാത്രമല്ല, ശരിക്കും അലോവേറയുടെ ഒരു സ്റ്റിക്കിനെസ്സും ഫീൽ ചെയ്യാം. സോ ഒരു കൈയും സോഫ്റ്റ് ആവും, ആ സമയത്ത് ഹാൻഡും ക്ലീൻ ആവും. 20 seconds ഹാൻഡ് വാഷ് ചെയ്യേണ്ടി വരും. എന്നിട്ട് ഇനി നമുക്ക് അടുത്തത് പോയി കഴിക്കാൻ നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ പ്രോഡക്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് ഹീലിന്റെ വെബ്സൈറ്റിൽ പോയി വാങ്ങിയ OHF30 എന്ന് പറഞ്ഞ കോഡ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 30% ഓഫ് കിട്ടും. മോനെ പിസ്സ എവിടെ? ആദ്യമേ നമ്മൾ കഴിക്കുന്നതിന് മുമ്പ് വേദുവിന് കൊടുക്കാം. വേദു പിസ്സ അതൊക്കെ തരാപ്പാ, ഓരോന്നോരോന്നായിട്ട് കഴിക്കുന്ന പറയാ. കൊടുത്തു തുടങ്ങിയ വിശന്നിരിക്കുക, ബഹളം. വേദു ഫുൾ ബഹളം. അതൊക്കെ അപ്പയ്ക്ക് റിവ്യൂ ചെയ്യാനുള്ളതാ. വിൽ യു റിവ്യൂ വിത്ത് മീ? തുടങ്ങാം ബാ. അപ്പൊ തുടങ്ങാൻ പോവാണ്. ഫസ്റ്റ് ഐറ്റം എന്താന്ന് അറിയോ? എന്താന്ന് എനിക്കും അറിയില്ല. എന്തോ ഒരു ബണ്ണാണ്. ജസ്റ്റ് സീ ഹൗ ഗ്ലേസിങ് ഇറ്റ് ഇസ്. ഇറ്റ് ലുക്സ് സോ ഗുഡ്. നോ, ഇതിന്റെ ഒന്ന് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം.
അടിപൊളി. ഫുൾ മീറ്റ് ആണ്, മിൻസ്ഡ് മീറ്റ് ആണ്, വേറെ സോസ് ഒന്നും ഇല്ല. പക്ഷെ ബ്രെഡ് ഇതിന്റെ അകത്ത് സോസ് ഇല്ലാഞ്ഞിട്ട് പോലും ഒട്ടും ഡ്രൈ അല്ല. അമേസിങ് ഇറ്റ് ഇസ്. ഫസ്റ്റ് തിങ് തന്നെ അടിപൊളി. പെപ്സി ഒന്ന് കുടിച്ചു നോക്കാം. പെപ്സി ചെറി ഫ്ലേവർ. ഇവിടെ കീവ്സ് എന്ന് പറഞ്ഞ എന്തൊരു ഡ്രിങ്ക് ഉണ്ട്, അത് കിട്ടിയില്ല. എന്തായാലും ഇതൊന്ന് ട്രൈ നോക്കാം. കേസിങ് തന്നെ അടിപൊളിയായിട്ടില്ലേ. ഓഹോ, ഇത് വലിയ ഗുണമൊന്നുമില്ല കേട്ടോ. ഇത് മറ്റേ എന്താ ചുമയുടെ മരുന്ന് കുടിക്കുന്ന പോലെയുണ്ട്. ഇനി അടുത്തത് ഇത് കൊള്ളാം. വലിയൊരു പൈയാണ്, മീറ്റ് പൈ ആണ്. നോക്കട്ടെ, നല്ല ക്വാളിറ്റിയാണ് ഇവരുടെ ബ്രെഡിനും ഇവരുടെ അകത്തുള്ള സ്റ്റഫിങ്സ് ഒക്കെ. ഇതിന്റെ സൈസും ഒക്കെ സീ ഹൗ ബിഗ്. എന്റെ മുഖം തന്നെ മാസ്ക് ആവുന്നില്ലേ. ഓ, ഇത് ഭയങ്കര ടേസ്റ്റ് കേട്ടാ. ഇത് മിൻസ് പോർക്ക് ആൻഡ് സവാളയാണ്. എന്തൊരു ടേസ്റ്റാന്നറിയോ, ഭയങ്കര ലൈറ്റ് ആണ്. ഇതിലും ചീസൊന്നും ഇല്ല, പക്ഷെ ഈ ബ്രെഡ് സോ ടേസ്റ്റി. അതിൻ്റെ അകത്തുള്ള പോക്ക് വളരെ എന്താ മൈൽഡ്ലി സ്പൈസ് ആണ്. അമേസിങ് ഫുഡ്. അടിപൊളി അടിപൊളി. ഇത് ഫുള്ളായിട്ടൊന്നും എനിക്ക് കഴിക്കാൻ പറ്റില്ല എന്നല്ല, പ്രിയയും കൂടെ കഴിക്കണേ. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തിട്ട് ഇതൊന്നും കഴിച്ചിട്ടില്ല. ഓ ഗൈസ്, ഇത് അതുപോലത്തെ തന്നെ, പക്ഷെ ഭയങ്കര ടേസ്റ്റ്. ഇതിന്റെ അകത്ത് ഞാൻ കാണിച്ചു തരാം. ഹാം ആൻഡ് ചീസ് ആണ്. Just see how the cheese is coming out. This tastes so good, so good. And I can't believe ഇതെല്ലാം കൂടെ ഈ ഇങ്ങനത്തെ ബേക്കറി ഐറ്റംസ് എല്ലാം കൂടെ എനിക്ക് 300 രൂപയുള്ള. Just see, it is fully stuffed and it tastes so good. Creamy cheese, creamy salty cheese. Lots of ham. ഓ, അടുത്തത് നമുക്ക് ഈ ബേക്കൺ ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. സോറി, ജേർക്കി ട്രൈ ചെയ്യാം. ഞാൻ കുറച്ച് കഴിച്ചു പോയി, എനിക്ക് ഭയങ്കര കൊതിയാണ് ഇത് കഴിക്കാൻ. ഇതിന്റെ ഇത് കണ്ട, വരുന്നത് തന്നെ കണ്ട. എന്തിനാണ് നിങ്ങൾക്ക് റിമൈൻഡ് ചെയ്യുന്നത്? ഒരു സ്ട്രിപ്പാണ്, ഒറ്റ ഒരു ലെങ്ത്തിലാണിത്. സോ നമ്മൾക്ക് മുറിച്ച് കഴിക്കണം. നല്ല രസമില്ല ഇത് കാണാൻ. ഫുൾ പ്രോട്ടീൻ ആണ്. ഇതിന്റെ ടേസ്റ്റും കൂടെ ഒന്ന് നോക്കട്ടെ. നോക്ക്, നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട് കേട്ടാ. അത് നല്ല സ്മോക്കി മണം തന്നെ വരുന്നുണ്ട്. നല്ല ജേർക്കി. സ്മോക്കി, വെരി ഫ്ലേവർഫുൾ, ഈസി ടു ഈറ്റ്. സാധാരണ ടഫ് ആയിരിക്കും, പക്ഷെ ഇത് നോട്ട് ടഫ്. ഹെൽത്തി എന്നാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത്. ഇതിന്റെ കാലറീസ് ഒന്നും വായിക്കാൻ പറ്റുന്നില്ല. ഇറ്റ്സ് പാക്ഡ് വിത്ത് പ്രോട്ടീൻ. ഓ, സോ ടേസ്റ്റി. സ്നാക്കിങ്ങിനൊക്കെ ബെസ്റ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രിയ ഭയങ്കര കൊതിയായിരിക്കുന്നു. പ്രിയ വേദുവിന് പിസ്സ എടുക്കുന്നതുകൊണ്ട് പ്രിയക്കൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. പിസ്സ കൊടുത്തിട്ട് വേണം ഞാൻ കഴിക്കാൻ. അടുത്തത് ഒരു പാൻ കേക്ക്. ദോശയുടെ ഒക്കെ ഒരു ടൈപ്പ് സാധനമാണ്. പാൻ കേക്ക് ആണ്. ഇതിന്റെ അകത്ത് മീറ്റും ചീസൊക്കെയാണ് ഉള്ളത്. ഒരു വാനിലയുടെ ഒക്കെ സ്മെല്ലാണ്, പക്ഷെ അകത്ത് മീറ്റാന്ന് പറയുന്നു. ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇത് ഞാൻ കണ്ട കഴിച്ചു. നല്ല ലൈറ്റ് ആണ്, നല്ല സോഫ്റ്റ് ഈ ഒരു ഔട്ടർ പാൻ കേക്ക്. അകത്ത് കുറെ ഹാം ഉണ്ട്, അകത്ത് നടുക്ക് കുറച്ച് ചീസ് ഉണ്ട്. വെരി ലൈറ്റ് ആൻഡ് ബെസ്റ്റ് പാർട്ട് ഇസ് ദാറ്റ് ഇറ്റ്സ് നോട്ട് എക്സ്പെൻസീവ് അറ്റ് ഓൾ. എല്ലാം ടേസ്റ്റിയാണ്. വണ്ടർഫുൾ വണ്ടർഫുൾ ഫുഡ്. അടുത്ത എന്താ സംഭവം കഴിയില്ല. എടുത്തപ്പോ എന്തോ ഓർമ്മയുണ്ടായിരുന്നു, ഇപ്പൊ ഓർമ്മയൊന്നും ഇല്ല. ഇത്രയും കഴിച്ച് ഇതെന്തോ ഡെസേർട്ട് ആണ്. അപ്പൊ നമ്മള് ഡെസേർട്ട്സിലേക്ക് പോവാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. നോക്കട്ടെ എന്താന്ന്. ഒരു മോച്ചി എന്താ പറയില്ലേ, ജാപ്പനീസ് സ്വീറ്റ്. അകത്ത് ഇറ്റ് ഇസ് ലൈക്ക് ചീസ് കേക്ക്, ബ്ലൂബെറി ചീസ് കേക്ക് ആണ്. കോട്ടേജ് ചീസും ബ്ലൂബെറി ആണ്. ഇറ്റ് ഈസ് വണ്ടർഫുൾ. അകത്ത് നല്ല ക്രംബ്ലി ചീസ്. എന്തൊരു ക്വാളിറ്റി ആണെന്നറിയോ ഫുഡിന്റെ. ആൻഡ് ബ്ലൂബെറി ജാം. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ബേക്കറി ആയിട്ടാണ്. ബട്ട് ജസ്റ്റ് സീ ദ ഷൈൻ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ല. ജസ്റ്റ് സീ ദ ക്വാളിറ്റി ഓഫ് ദീസ് ബ്രെഡ്സ്. ഇതിന്റെ അകത്ത് എന്താണെന്ന് ഒരു ഓർമ്മയില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്താണ്. ജാമ, സ്ട്രോബെറി ജാം, ഫ്രഷ് സ്ട്രോബെറി ജാം, ചോക്ലേറ്റ് മിൽക്ക്, നല്ല കട്ടിപ്പാല്. പക്ഷെ ചോക്ലേറ്റിന്റെ ഫ്ലേവർ അധികമില്ല. പ്യോർ ഒരു കൗസ് മിൽക്കിന്റെ ടേസ്റ്റ് ആണ് വരുന്നത്. ശരിക്കും ആ പാലിലൊക്കെ വ്യത്യാസം ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്.
ഇനി ഇത് ഫുൾ ക്രീം മിൽക്ക് ആയതുകൊണ്ടാണോ എന്ന് അറിയില്ല. നൈസ്. ഇതെന്താന്ന് ഒരു ഐഡിയ ഇല്ല. കണ്ടിട്ട് എന്തോ ബിസ്ക്കറ്റ് പോലെയുണ്ട്. ഇനി തുറന്ന് ഇത് കഴിക്കണം. മതിയായി എനിക്ക് ശരിക്കും സത്യം പറഞ്ഞ. പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇത്രയും ഫുഡ് ട്രൈ ചെയ്യണേ, അല്ലേ പ്രിയ? പിന്നെ പ്രിയക്കാണെങ്കിൽ ഉണ്ടല്ലോ ഇങ്ങനെ ദേഷ്യം വന്നിരിക്കുക. കാരണം പ്രിയതേ വേദുവിന് അവിടെ പിസ്സ കൊടുത്തോണ്ടിരിക്കുകയാണ്. പ്രിയ ആണെങ്കിൽ ഒന്നും ടേസ്റ്റ് ചെയ്തിട്ടില്ല. ഒരു ബേക്ക് എന്താ ജേർക്കിയുടെ മാത്രം കുറച്ച് ടേസ്റ്റ് ചെയ്തു. പക്ഷെ എന്റെ ജോലി ആയി പോയില്ലേ. അല്ലെങ്കിൽ എങ്ങനെ കഴിക്കാറില്ല പ്രിയ? എന്റെ ഇപ്പൊ കത്തിയൊന്നും ഇല്ല, ഹോട്ടലായതുകൊണ്ട് നമുക്ക് സ്പൂൺ വെച്ച് കഴിക്കാം. ആ ക്രഞ്ച് കേൾക്കാമോ നിങ്ങൾക്ക്? Can you hear the crunch? Oof. I think it's full of biscuits ആണെന്ന് തോന്നുന്നു. നോക്കട്ടെ, ലേയേഴ്സ് നമുക്ക് എടുത്ത് നോക്കാം. ഇറ്റ് ഇസ് ലൈക്ക് വേഫേഴ്സ് ആണ് അകത്ത്. ആൻഡ് ബാക്കിയുള്ളതൊക്കെ മുകളിൽ ചോക്ലേറ്റും നട്ട്സും, അകത്തും എന്തൊക്കെയോ ചോക്ലേറ്റ്സിന്റെ ഒക്കെ ലേയേഴ്സ് ഉണ്ട്. നോക്കട്ടെ. ഓ, മെൽറ്റ് ഇൻ യുവർ മൗത്ത്. ലൈറ്റ് വേഫേഴ്സ്. ഊതിയ പറഞ്ഞു അത്രയും ലൈറ്റ് ഉള്ള വേഫേഴ്സ്. ഐ ഹോപ്പ് ഈ വേഫേഴ്സ് വെച്ചിട്ട് ഞാനും ഇതുപോലത്തെ ഇത്രയും ലൈറ്റ് വെയിറ്റ് ആവുന്നു. കാരണം അത്രയും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള വേഫേഴ്സ് ആണ്. മുകളിൽ ഫുൾ ക്രഞ്ചി നട്ട്സ് ആൻഡ് നൈസ് തിക്ക് മിൽക്ക് ചോക്ലേറ്റ് ലെയർ. ഡാർക്ക് ചോക്ലേറ്റ് ആ മിൽക്ക് ചോക്ലേറ്റ്. വെരി നൈസ്, വെരി നൈസ്. ഇത് ഒരു ചോക്ലേറ്റ് പുഡിംഗ് ആണ്. ചോക്ലേറ്റ് പുഡിങ്ങിന്റെ മുകളിൽ സം വാനില വിപ്പ് ക്രീം. ഇതെന്തായാലും അടിപൊളിയായിരിക്കുമല്ലോ. നോക്കട്ടെ. അത് മിക്സ് ചെയ്യണം. കണ്ട, ചോക്ലേറ്റ് ഇങ്ങനെ മിക്സ് ചെയ്ത്. ഓ, ജസ്റ്റ് സീ ദറ്റ് കൺസിസ്റ്റൻസി. അതും കുറച്ച് ക്രീമും. പ്രിയ സീ ദിസ്. എങ്ങനെ ഇതിനോടൊക്കെ സ്നേഹം തോന്നാതിരിക്കും, പ്രേമം തോന്നാതിരിക്കും, വികാരം തോന്നാതിരിക്കും? എങ്ങനെ പ്രിയനെ പോലെ ഇങ്ങനെ മുഖം തിരിച്ചു കളയാൻ പറ്റുന്നു പ്രിയ? മാച്ച് മെയ്ഡ് ഇൻ ഹെവൻ അല്ലേ? ചോക്ലേറ്റ് പുഡിംഗ് ആൻഡ് വിപ്പ് ക്രീം. സോ ലൈറ്റ്. ഇതൊക്കെ ഒട്ടും ഡെൻസ് അല്ല, ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ഡിസേർട്സ് ആണ്. ഫൈനലായിട്ട് ടേക്കിംഗ് എ ബ്രേക്ക് എന്ന് പറയില്ല, ടേക്ക് എ ബ്രേക്ക്, ഹാവ് എ കിറ്റ് കാറ്റ്. ഞാൻ ഒരു ബ്രേക്ക് എടുക്കാൻ പോവാണ്. ഇത് കിറ്റ് കാറ്റ് ആണ്. ഇത് ഇത്രയും വലിയൊരു ഇവരുടെ സ്പെഷ്യൽ എഡീഷൻ ആണ്. എന്താ ഇത്? കാരമൽ കാപ്പച്ചിനോ. അതിന് 65 രൂപയും കണ്ടേ ഉള്ളൂ. ഇത്രയും വലുതിന്. നാട്ടിലത്തെ എത്ര രൂപയാന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല. പക്ഷെ എന്തായാലും 40-30 രൂപയും കണ്ടേ ഉണ്ടെന്ന് തോന്നുന്നു. ഇത് ഒരു 4 പീസിൻ്റെയും കണ്ട്. പക്ഷെ ഇവിടുത്തെ ക്വാളിറ്റി ബി മച്ച് ബെറ്റർ. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് പൊട്ടിക്കുന്ന തന്നെ ഒരു നല്ലൊരു സുഖമല്ലേ? ചോക്ലേറ്റ് അൺബോക്സിങ്. ഓ, പാക്കിങ് ഇസ് സോ ഗുഡ്. അങ്ങനെ പെട്ടെന്ന് പൊട്ടുന്നില്ല. ഓ ഇല്ല, പൊട്ടുന്നില്ല. അതെ, കിറ്റ്കാറ്റ്. കിറ്റ്കാറ്റ് എങ്ങനെയാണ് പൊട്ടിക്കേണ്ട? പണ്ട് ഇങ്ങനത്തെ ഒക്കെ എന്തോ ഒരു അലുമിനിയം ഫോയിലൊക്കെ കാണും. ഇങ്ങനെയൊക്കെ ആയിരുന്നു പൊട്ടിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ നമുക്കിപ്പം ഇങ്ങനെ പൊട്ടിക്കാം. ഫൈനലി വണ്ടർഫുൾ. ആ കവറിൽ തന്നെ എൻ്റെ ഫ്ലേവർ എഴുതിയിട്ടുണ്ട്. ശരിക്കും നല്ല കാരമലും ലൈറ്റ് കോഫി ഫ്ലേവർ. എനിക്ക് തോന്നുന്നു ഇവരുടെയൊക്കെ ചോക്ലേറ്റ് വേഫർ കോട്ടിംഗ് മീൻസ് ഹയർ ദാൻ വാട്ട് വി ഗെറ്റ് ഇൻ ഇന്ത്യ. അതായിരിക്കും ചിലപ്പോൾ ഇത്രയും ടേസ്റ്റ്. അങ്ങനെ പ്രിയ തുടങ്ങാൻ പോവാണ് ഒരു ഫുഡ് റിവ്യൂ. പ്രിയക്ക് ദേഷ്യം വരും. അത് കഴിച്ചേ, എന്നിട്ട് കണ്ണടയ്ക്കാതെ വരണേ അത് കഴിച്ചിട്ട്. ഞാനാണ് സജസ്റ്റ് ചെയ്തേട്ടെ. ഞാൻ ഇത്ര കഴിച്ചോണ്ട് എനിക്ക് അറിയാം ഏതാ ബെസ്റ്റ്. പൂക്കി ടേസ്റ്റി ഡെലിഷ്യസ് ബ്രെഡ്. അയ്യോ വേണ്ട പറഞ്ഞു. ഞാൻ എല്ലാത്തിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ 2 സാധനം കൂടെ ടേസ്റ്റ് ചെയ്യാൻ മറന്നുപോയി. ഇത് ഞാൻ കിൻഡറിന്റെ എന്തോ സംഭവമാണ്, അതൊന്ന് ടേസ്റ്റ് ചെയ്യണം. അതല്ലാതെ പ്രിയക്ക് വേണ്ടി വാങ്ങിയ ഒരു ഫ്രൂട്ട് എന്തോ മാംഗോ കോക്കനട്ട് ഫ്ലേവർ സാധനമുണ്ട്, അതും കൂടെ ഒന്ന് ട്രൈ ചെയ്യണം. നോക്കട്ടെ. ഏത് പിസ്സ കഴിച്ചില്ലേ? യു കറക്റ്റ് ഒപ്പീനിയൻ പറയൂ. പറഞ്ഞേ പറ്റൂ ഇനി തൊട്ട്. എനിക്ക് ഇത്രയും കഴിക്കാൻ പറ്റുന്നില്ല പ്രിയ, ഞാനൊരു മനുഷ്യനാണ്. ഇതും കൂടെ കഴിച്ചിട്ട് നമുക്ക് ഇന്നത്തെ വ്ളോഗ് അവസാനിപ്പിക്കാം. ഒന്നും കൂടെ ഒന്ന് പോയി കിടന്നുറങ്ങണം. 8:30 PM, not AM, it's PM. ഞാൻ ഇങ്ങനെ പുറത്ത് നോക്കിക്കൊണ്ടിരിക്കുക, ഇതെന്താ ഇരുട്ടാത്ത, ഇതെന്തായാലും എനിക്ക് ഷോക്കായി. ഇങ്ങനെ ഒരു സംഭവം ലോകമേ സംഭവം ആട്ടോ. അപ്പൊ നോക്കട്ടെ, അവൻ എന്റെ ഫേവറേറ്റ് ബ്രാൻഡിന് ഞാൻ കഴിക്കാത്ത ഒരു ഫ്ലേവർ ഓഫ് ചോക്ലേറ്റ്, ബുവാനോ.
ബുവാനോന് എന്താ പേര് പിന്നെ അറിയാൻ പറ്റില്ലല്ലോ, ക്രിപ്റ്റിക്കലല്ലേ. അത് എന്താ എഴുതിയിട്ടുണ്ട്, മാക്സി കിങ്. ഓ, അപ്പോൾ മിക്കവാറും ബുവാനോന്റെ കിങ് ആയിരിക്കും. ഒന്ന് കഴിച്ചു നോക്കട്ടെ. ഇറ്റ്സ് കാരമലും പിന്നെ ബുവാനോന്റെ അവരുടെ ഒരു മിക്സ് ഇല്ലേ, ആ ഒരു സംഭവമാണ് അകത്ത്. വെളിയിൽ നല്ല കുറേ ക്രിസ്പ്സും ചോക്ലേറ്റും. കാരമൽ ഒഴുകി വരിക. ഇപ്പൊ വീടാന് എൻ്റെ റിഫ്ലെക്സ്, എൻ്റെ അടിപൊളി റിഫ്ലെക്സ് ആയതുകൊണ്ട് ആ ഒരു തുള്ളി കാരമൽ താഴെ പോയില്ല. ബുവാനാണോ പ്രിയ? ബുവാനോ താഴെ വീഴാൻ പാടില്ല. ഞാൻ വീണാലും കുഴപ്പമില്ല. അത് കുഴപ്പമില്ല. ഓക്കെ, അടിപൊളി. ഇനി 5 മിനിറ്റ് പോലും എനിക്ക് വ്ളോഗ് ചെയ്യാൻ പറ്റില്ല. ഫുഡ് കോമയിലേക്ക് പോയിരിക്കുകയാണ്. ഇനി നാളെ ഏകദേശം ഒരു 1.5 മണിക്കൂർ രാവിലെ എഴുന്നേറ്റ് വർക്കൗട്ട് ചെയ്യണം. അതിട്ട് വീണ്ടും കറങ്ങാൻ ഇറങ്ങുന്നതായിരിക്കും. നിങ്ങൾ വിചാരിക്കും എന്താ ഇപ്പം ഈ സമയത്ത് പറയുന്നത്, ഇത് രാത്രിയായി കേട്ടാ, റിയലൈസ് ചെയ്യാത്തതാണ്. അപ്പം എന്തായാലും വീണ്ടും നാളെ കാണാം. ആൻഡ് താങ്ക് യു ഫോർ സ്പെൻഡിങ് എ വാല്യുബിൾ ടൈം വിത്ത് അസ്. ആൻഡ് അടുത്ത വ്ളോഗിൽ കാണുന്നവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. അവൻ കണ്ടോ കഴിച്ച് ക്ഷീണിച്ച് കിടക്കും. പിസ്സ ചവച്ച്. ഓക്കെ, ബൈ.